ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ എളിയവനായ എനിക്ക് വലിയവനായ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നതായ ഈ പുതിയ നിയമസഭയിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശത്തിനായി ചില ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ്. കാരണം ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ നിയമ വിശ്വാസികളോട് ദൈവവചനത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ദൃഷ്ടാന്തങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. ഇതിനു മുമ്പ് 1-2 അവസരങ്ങളിലായി നാം 1-2 ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ തന്നെ കാര്യമാണ്. ഈ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്നതായ ജനത്തെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ചു, ചെങ്കടൽ കടത്തി 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി സമൃദ്ധമായിട്ട് അവരെ നടത്തി. ഒന്നിനും കുറവില്ലാതെ ദൈവം അവരെ നടത്തി. എന്നാൽ ദൈവം ആഗ്രഹിച്ചതും ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തതുമായ വാഗ്ദത്ത കനാനിൽ അനേകർ എത്തിച്ചേർന്നില്ല. അതാണ് 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്. കാരണം അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്നത്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ജനമായിരുന്നു, ദൈവം നടത്തിയ ജനമായിരുന്നു, ദൈവം പരിപാലിച്ച ജനമായിരുന്നു, ദൈവിക സംരക്ഷണമുള്ള ജനമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ട് അവർ ദൈവം ആഗ്രഹിച്ചതായ, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായ സ്വർഗീയ കനാനിൽ അവർക്ക് എത്താൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് തൻ്റെ പരശുശൂഷ കാലത്ത് പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന്. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ സംഭവം നമുക്കറിയാം. അത് പുതിയ നിയമ വിശ്വാസികളോടുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് ദൈവം ബുദ്ധി പറഞ്ഞു തരികയാണ്. ലോത്തിൻ്റെ ഭാര്യ, പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ ഭാര്യ മരിച്ചത് സൊദോം ഗൊമോറയിൽ കത്തുന്ന തീയും ഗന്ധവും കത്തിയല്ല അവർ നശിച്ചത്. സൊദോം ഗൊമോറയിൽ നിന്ന് ദൈവത്തിന് അവരോടുള്ളതായ സ്നേഹം മൂലം അബ്രഹാമിൻ്റെ മധ്യസ്ഥതയിൽ ഈ ലോത്തിനെയും കുടുംബത്തെയും ദൂതന്മാർ വലിച്ചിറക്കിയ നാശപട്ടണത്തിൽ നിന്ന് വലിച്ചിറക്കിയതായിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം, പുറകോട്ട് നോക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനവും കൊടുത്തു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ ദൈവവചനം അനുസരിച്ചില്ല. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായി പോയി എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അവൾ അനുസരിച്ചില്ല. കാരണം അവളുടെ ഹൃദയം മുഴുവൻ ലോകമായിരുന്നു. ഈ ലോകത്തിലായിരുന്നു അവളുടെ ഹൃദയം മുഴുവൻ. ഈ ലോകമായിരുന്നു അവളുടെ ലക്ഷ്യം മുഴുവൻ. ഈ ലോകത്തിലെ സമ്പത്ത്, ഈ ലോകത്തിലെ ധനം, ഈ ലോകത്തിലെ ധാടി മോടികൾ, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ഇതെല്ലാമായിരുന്നു ലോത്തിൻ്റെ ഭാര്യയുടെ ഹൃദയം നിറയെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞില്ല. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന് നമ്മുടെ കർത്താവ് ഒരു ദൃഷ്ടാന്തം പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതലുള്ളതായ ഏതാനും ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതലുള്ളതായ ഏതാനും ചില വാക്യങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ഇവിടെ കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു.
ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകുമെന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. യേശുക്രിസ്തുവിനെ നാവുകൊണ്ട് പറഞ്ഞതാണത്. നോഹയുടെ കാലം, നോഹയുടെ പെട്ടകം, അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. ഈ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നാം വായിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള അനേക സംഭവങ്ങൾ അവിടെ കർത്താവ് പ്രതിപാദിക്കുകയാണ്. ആ ഒരു അധ്യായം തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. കർത്താവ് ഒരിക്കലും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ ചെന്നു. എന്നിട്ട് ചില സംശയങ്ങളെല്ലാം കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവ് എന്നാണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ലോകത്തിൻ്റെ അവസാനം എപ്പോഴാണ്? നമുക്കതിന് 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അത് എപ്പോൾ സംഭവിക്കുമെന്നും, ഈ ദേവാലയം നശിച്ചു പോകുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നുണ്ട്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ യെരൂശലേം ദേവാലയം നശിച്ചു പോകുമെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് ഈ ശിഷ്യന്മാർ തനിച്ച് യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്. കർത്താവ്, ഈ ലോകം എന്നാണ് അവസാനിക്കുന്നത്? അതിൻ്റെ അടയാളം എന്താണ്? നിന്റെ രണ്ടാമത്തെ വരവ് എന്നാണ്? അതിനുള്ള അടയാളങ്ങൾ എന്താണ്? ഞങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ഈ ശിഷ്യന്മാർ കർത്താവിനോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് മറുപടി എന്താണ് കർത്താവ് പറയുന്നത്? അടുത്ത വാക്യം മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരും എൻ്റെ പേരെടുത്ത് നിങ്ങളുടെ അടുക്കൽ വന്ന് പലരെയും നിങ്ങളെ തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവിടെ പല പ്രാവശ്യം പറയുന്നുണ്ട് നാം സൂക്ഷിച്ചുകൊള്ളണമെന്ന്. നാം സൂക്ഷിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആ നാളുകളോട് അടുക്കുമ്പോൾ അനേക പൈശാചിക തന്ത്രങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ശരിയായ ക്രിസ്തു വിശ്വാസികളെ തെറ്റിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, പോഷകൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ പിശാചിൻ്റെ തന്ത്രങ്ങൾ പിശാച് മെനയുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് പറയുന്നത്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ലോകത്ത് കാണുന്നതല്ലേ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം നാം കണ്ണുകൊണ്ട് കാണുകയല്ലേ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുകയല്ലേ. എല്ലാം എന്താണ് ലോകത്ത് നടക്കുന്നത്? ഇതെല്ലാം കാണുമ്പോൾ ഒരു വിശ്വാസിയായ ദൈവവൈതൽ, രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതൽ, വീണ്ടും ജനിച്ചൊരു ദൈവവൈതൽ അവൻ തലപൊക്കി നോക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ വചനം നിറവേറി വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. യേശുക്രിസ്തു രണ്ടാമത് വരുന്നു എന്നുള്ളതിന്റെ ഒരു ആരംഭമാണ്. അതിൻ്റെ ഒരു ആരംഭ സൂചനയാണ്. രാജ്യം രാജ്യത്തോട് എതിർക്കും. ഭൂകമ്പങ്ങൾ ഉണ്ടാവും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും. രാജ്യം രാജ്യത്തോട് എതിർക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഓരോന്നോരോന്നായി നിറവേറി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനമായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ടായിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ഈ വചനമായിരിക്കണം നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഈ വചനമെല്ലാം നിറവേറി വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തെക്കുറിച്ചും എല്ലാം പ്രവാചകന്മാർ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ച പ്രവചനങ്ങളെല്ലാം നിറവേറി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇനി നിറവേറാനുള്ളതായ ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നാം കണ്ടു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് താഴോട്ട് വായിക്കുന്നത്? 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 12-ാമത്തെ വാക്യം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇവിടെ കർത്താവ് പറയുകയാണ്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനമെല്ലാം നിറവേറി വരുന്നത് കണ്ടിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സുബോധം വരുന്നില്ല. മനുഷ്യൻ തലയുയർത്തി നോക്കുന്നില്ല. മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുന്നില്ല. അനേകരുടെ ജീവിതത്തിൽ അധർമ്മം പെരുകുകയാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. എന്നാൽ
എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, പല സംഭവ വികാസങ്ങളും ഈ ഭൂമിയിലുണ്ടാകും. പിശാച് നമ്മെ തെറ്റിച്ച് കളയുവാനുള്ള അനേക ദുഷ്പ്രചരണങ്ങൾ സംഭവിച്ചു എന്ന് വന്നേക്കാം. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നേക്കാം. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ പിശാച് അനേക തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം വളരെ വില കൊടുത്തു നിൽക്കേണ്ട ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം കളിയല്ല, ക്രിസ്തീയ ജീവിതം നിസാരമല്ല. അവസാനത്തോളം, മരണത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് മാറാതെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഇത് വ്യതിചലിക്കാതെ ക്രിസ്തുവിനെ മാത്രം നോക്കി പോകേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് കർത്താവോട് പറഞ്ഞത്, ഇത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം, ഈ ദൈവത്തിൻ്റെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പരക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇതാ സകല മനുഷ്യരും കേൾക്കത്തക്കതായ സകല സജ്ജീകരണങ്ങളും സ്വർഗത്തിലെ ജീവനുള്ള ദൈവം തന്നെ വയ്ക്കും. പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് അവസാനം വരുന്നത്. അടുത്ത 15-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. എന്നാൽ ഇവിടെ ഒരു ഭയനിർദ്ദേശം ഇതാ കർത്താവ് തരികയാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ഭയനിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് കർത്താവ് തരികയാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്ഥലത്ത് ഇതാ മ്ലേച്ഛത നടമാടുകയാണ്, ഇതാ ഭോഷ്ക നടമാടുകയാണ്. ആ സമയത്ത് ഇത് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, ബുദ്ധിയുള്ളവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഇതാ വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത നടമാടുകയാണ്, അവിടെ ഭോഷ്ക നടമാടുകയാണ്. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇതാ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം ആദ്യം വായിച്ച ഭാഗത്തേക്ക് വരാം. 24-ാം അധ്യായം 37-ാമത്തെ വാക്യം മുതൽ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ഇവിടെ കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോഹയുടെ കാലം പോലെയുള്ളതായ ഒരു കാലം, അതുപോലെ തന്നെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നോഹയുടെ കാലം എന്ന് പറയുന്നത്? എന്താണ് നോഹയുടെ കാലത്ത് പ്രത്യേകത? എന്താണ് അത് നാം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ളതായ ചില വാക്യം വായിക്കുമ്പോൾ അവിടെ നോഹയുടെ കാലത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ദൈവത്തിന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹയുടെ കാലം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ളതായ ചില വാക്യം വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുകൂടെ നമുക്ക് 5-ാം വാക്യം വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. അതാണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത. ഏതാണ്? മനുഷ്യന്റെ ദുഷ്ടത പെരുകിയതായ ഒരു കാലമാണ്. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് സ്വർഗത്തിൽ ജീവനുള്ള ദൈവം കണ്ടു. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ, മനുഷ്യന്റെ ജീവിതം ഇതാ മ്ലേച്ഛതയിലേക്ക് പോയിരിക്കുന്നു, അശുദ്ധിയിലേക്ക് പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുപാട് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അനേകർ ഇന്ന് ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക്, മ്ലേച്ഛതയുടെ വഴികളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ദൈവം അവർക്കൊരു വിഷയമാണോ? ദൈവ ഭയമുണ്ടോ ഇന്ന് മനുഷ്യന്? ദൈവത്തെ ഭയമുള്ളവരുണ്ടോ? എൻ്റെ വായിലെ വാക്കുകൾ എങ്ങനെ ഇരിക്കുന്നു? ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളെ കുറ്റം പറയുകയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. നമ്മുടെ വായിലെ വാക്കുകൾ എങ്ങനെയുണ്ട്? ദൈവ ഭയത്തോടു കൂടിയാണോ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ വരുന്നത്? മറ്റുള്ളവരെ കുറ്റം പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വിധിക്കുന്ന വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് നുണപ്രചരണങ്ങൾ സംഭവിക്കാറുണ്ടോ? പ്രിയപ്പെട്ട, ഒട്ടുമല്ലാത്ത കാര്യങ്ങൾ നാം പ്രചരിപ്പിക്കാറുണ്ടോ? നമുക്ക് ദൈവ ഭയമുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. ഈ ഒരു ഭയത്തോടു കൂടിയാണോ നാം ജീവിക്കുന്നത്? ഈ ഒരു ഭയത്തോടു കൂടിയാണോ നാം വായ് തുറക്കുന്നത്, നമ്മുടെ നാവ് ചലിപ്പിക്കുന്നത്? ഇത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമല്ലേ? മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് ഞാനും അതെ, നിങ്ങളും അതെ. ഈ ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെയുണ്ട്? മറ്റുള്ളവരെ നാം വിധിക്കുന്നു, മറ്റുള്ളവരെ നാം കുറ്റം പറയുന്നു, മറ്റുള്ളവരെ നാം മാറ്റി നിർത്തുന്നു, മറ്റുള്ളവരെ നാം തരം താഴ്ത്തുന്നു,
മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാറുണ്ടോ? ഇതൊക്കെ ദൈവം വേദനിക്കില്ലേ പ്രിയപ്പെട്ടവരെ? നോഹയുടെ കാലം എന്താണ്? 5-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എപ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് ദൈവം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് മനുഷ്യന്റെ ജീവിതം. ഈ തലമുറയിലും അങ്ങനെ തന്നെയല്ലേ? നോഹയുടെ കാലത്ത് ജീവനുള്ള ദൈവം കണ്ടു മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ, നമ്മുടെ വികാര വിചാരങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ ദൈവം സന്തോഷിക്കുന്നതാണോ? 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നൊരു ദൈവം, എൻ്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നൊരു ദൈവം. നാം ഇത് പ്രസംഗിക്കാറുണ്ട്, നാം ഇത് കാണാതെ പറയാറുണ്ട്, നാം ഇത് അനേക വചനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിശ്വാസവും ബോധ്യമുണ്ടോ? ഞാൻ ഇരിക്കുന്നത് കാണുന്നൊരു ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്നൊരു ദൈവം, എൻ്റെ ഹൃദയ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നൊരു ദൈവം. ഈ ഒരു വിശ്വാസത്തോടെയാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർ വിധിക്കാറില്ലേ? മറ്റുള്ളവരെ തരം താഴ്ത്തി കാണാറില്ലേ? മറ്റുള്ളവരെ തരം താഴ്ത്തി അവരുടെ കുറ്റങ്ങൾ പറയാറില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയ നിരൂപണം എങ്ങനെയുണ്ട്? നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നോഹയുടെ കാലം, അടുത്ത വാക്യം കൂടെ നമുക്കത് വായിച്ച് കേൾക്കാം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനം പറയുകയാണ്, അന്ന് നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിന് ദുഃഖം, ദൈവം അനുതപിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ. കാരണം അത്രമാത്രം ദൈവം വേദനിക്കുകയാണ്. മനുഷ്യൻ്റെ മ്ലേച്ഛത അത്രമാത്രം പെരുകിയിരിക്കുകയാണ്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? മ്ലേച്ഛത പെരുകിയൊരു കാലം, അശുദ്ധി നടമാടുന്നൊരു കാലം. ഇതാ കഞ്ചാവിനും മയക്കുമരുന്നിനും ജീവിതം അടിമപ്പെട്ട് നശിച്ചു പോകുന്ന തലമുറകൾ. യുവാക്കന്മാർ ദൈവവിശ്വാസമില്ലാതെ, ദൈവബോധമില്ലാതെ ഇതാ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, ആ സിദ്ധാന്തത്തോടു കൂടി ജീവിക്കുന്ന അനേക യുവാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, അതാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ദൈവത്തിന് ദൈവഭയം ഉണ്ടായിരുന്നില്ല, ജീവിതം മ്ലേച്ഛതയിലേക്ക് പോയി. ആ തലമുറയെ നോക്കി ദൈവം ദുഃഖിക്കുകയാണ്, ദൈവം വേദനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ സൃഷ്ടിച്ചതായി മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്ന്. കാരണം അത്രമാത്രം മ്ലേച്ഛതയിൽ കൂടിയാണ് നോഹയുടെ കാലത്ത് ജനം കഴിഞ്ഞു പോയത്, ജീവിച്ചു പോയത്. ഇന്നും ഈ തലമുറയിലും പ്രിയപ്പെട്ടവരെ, ദൈവം ദുഃഖിക്കുന്നതായ ഒരു തലമുറയിലായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ദൈവവിശ്വാസമില്ലാത്തവർ, പാപം ചെയ്യാൻ മടിയില്ലാത്തവർ, മ്ലേച്ഛത ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തലമുറ. എന്നാൽ അതിൻ്റെ 8-ാമത്തെ വാക്യം എന്താണ് നാം വായിക്കുന്നത്? എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ തലമുറയിൽ, ഈ മ്ലേച്ഛ നിറഞ്ഞ തലമുറയിൽ, ഹൃദയ വിചാരങ്ങൾ ഇതാ മ്ലേച്ഛമായ തലമുറയിൽ, ദൈവം അനുദമിച്ചതായ തലമുറയിൽ ഇവിടെ നാം ഒരു സംഭവം വായിക്കുകയാണ്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം അങ്ങനെയും ഒരു അനുഭവം ഉണ്ട്. അനേകർ ദൈവവിചാരമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ മ്ലേച്ഛതയിലും അഴുക്കിലും ഇതാ പാപത്തിലും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ നാം വായിക്കുകയാണ്, ആ തലമുറയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്താണ് നോഹയ്ക്ക് ലഭിച്ചതായ കൃപ? നോഹയ്ക്ക് ലഭിച്ചതായ കൃപ, ഒന്ന്, ദൈവത്തിൻ്റെ വചനം ലഭിച്ചു എന്നുള്ളതാണ് നോഹയ്ക്ക് ലഭിച്ചതായ കൃപ. ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു, ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. രണ്ടാമത് നോഹയ്ക്ക് കിട്ടിയ കൃപ എന്താണ്? ഈ ലഭിച്ചതായ വചനത്തിൽ വിശ്വസിക്കാനുള്ള ഒരു കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകർ ദൈവത്തിന് വചനം കേൾക്കുന്നുണ്ട്, അനേകർ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്, അനേകർ ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത എഴുതപ്പെട്ട വചനം അനേകർ വിശ്വസിക്കുന്നില്ല. അനേകരുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനം അവർക്ക് പ്രയോജനമായിട്ട് വരുന്നില്ല. നോഹയ്ക്ക് അങ്ങനെയല്ല. ഒന്ന്, ദൈവത്തിന് വചനം ലഭിച്ചു. രണ്ട്, നോഹയ്ക്ക് വചനം വിശ്വസിക്കാനുള്ള കൃപ ലഭിച്ചു. മാത്രമല്ല, നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ള കൃപയും ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ഈ വചനം കേൾക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു, പക്ഷേ ഈ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഞാൻ 100% വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ഈ വചനം ഞാൻ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിന് വചനം കിട്ടി, വചനം വിശ്വസിച്ചു, വചനം അനുസരിച്ചു. അതുകൊണ്ട് നോഹയ്ക്ക് കിട്ടിയ അനുഗ്രഹം എന്താണ്? കുടുംബമായി ദൈവിക ന്യായവിധിയിൽ നിന്നുള്ള ഒരു രക്ഷ
നോഹയ്ക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ദൈവത്തിന് വചനം ലഭിച്ചാലുള്ള, വചനം വിശ്വസിച്ച് അനുസരിച്ചാലുള്ള ഒരു വലിയ അനുഗ്രഹം. അതാണ് വരാനിരിക്കുന്ന ദൈവിക ന്യായവിധിയിൽ നിന്ന് ദൈവം നമുക്ക് രക്ഷ തരികയാണ്. ദൈവം നമുക്ക് രക്ഷ തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവത്തിന് വചനം ലഭിച്ചവരല്ലേ, നമുക്ക് ഈ വചനം കിട്ടിയവരല്ലേ. നിങ്ങളിപ്പോൾ ഈ ദൈവത്തിന് വചനം കേൾക്കുന്നത് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രാർത്ഥനാ യോഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് 1973 ഈ കൂട്ടായ്മ തുടങ്ങുന്നത്. ഈ കൂട്ടായ്മയിൽ കൂടി ഈ വർഷങ്ങളായിട്ട് ദൈവത്തിന് സത്യവചനം കേട്ട ദൈവമക്കളല്ലേ നാം ഈ വചനം കേൾക്കുന്നവരെ. നാം ഈ വർഷങ്ങളെല്ലാം കേട്ടതായ ഈ വചനം നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാം ഈ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഈ വചനപ്രകാരമാണോ നാം മുമ്പോട്ട് പോകുന്നത്? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ആര് നമ്മെ സഹായിക്കും? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 22 മുതലുള്ളതായ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഏഷ്യയിൽ തൻ്റെ വേലയെല്ലാം തികച്ച് അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ യെരൂശലേമിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്രതിരോധ്യമായിട്ട് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോസ്തലൻ ആ സമയത്ത് എന്താണ് പറയുന്നത്? 20-ാമത്തെ അധ്യായം 22 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ യെരൂശലേമിലേക്ക് അപ്പോസ്തലനെ പരിശുദ്ധാത്മാവ് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് വേറെ ലക്ഷ്യമില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ, അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ മുഖമിനി നിങ്ങൾ ആരും ഇനി കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എൻ്റെ മുഖമിനി നിങ്ങൾ കാണുകയില്ല. എൻ്റെ കഴുത്തും ഉടലും രണ്ടാവാൻ പോവുകയാണ്. യെരൂശലേമിൽ എനിക്ക് വേണ്ടി എന്താണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. കാരണം എന്താണ് എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന ഞാൻ ഒട്ടും മറച്ചു വെച്ചിട്ടില്ല. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എനിക്ക് തന്നതായ സ്വർഗീയ ആലോചനകൾ ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നാം അനുഭവിച്ചവരല്ലേ? സ്വർഗത്തിന്റെ ആലോചനകൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതല്ലേ? എത്രയും ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും വർഷങ്ങളായി ആ നാവിൽ കൂടി വന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമെല്ലാം ആ സ്വർഗീയ ആലോചനകൾ കേട്ടവരല്ലേ നാം? ഇനി നമ്മൾ ആരെങ്കിലും നശിച്ചു പോയാൽ അപ്പോസ്തലന് ഉത്തരവാദിയല്ലെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ദൈവരാജ്യത്തിൽ എത്താനുള്ള സ്വർഗീയ ആലോചനകളെല്ലാം നമുക്ക് മുഴുവനായിട്ടും അറിയിച്ചു തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം പറയുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. ആട്ടിൻകൂട്ടത്തിന്റെ വേദന അവർക്ക് മനസ്സിലാകുന്നില്ല. ആട്ടിൻകൂട്ടത്തിന്റെ ദുഃഖം അവർക്ക് അറിയാൻ വയ്യ. ആട്ടിൻകൂട്ടത്തിന്റെ വേദന അവർ അറിയുന്നില്ല. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ഒരു കൊടിയ ചെന്നായ്ക്കൾ ഇനി നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. വീണ്ടും 31-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധി പറഞ്ഞു തന്നിട്ടില്ലേ? നമുക്ക് ദൈവത്തിന് വചനം പറഞ്ഞു തന്നിട്ടില്ലേ? നാം നാളുകളായിട്ട് ദൈവത്തിന് വചനം കേൾക്കുന്നവരല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറിയോ? നിങ്ങൾ ഈ രക്ഷയുടെ പെട്ടകത്തിൽ നിങ്ങളായി തീർന്നോ? ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നോ? പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പക്ഷേ നോഹയുടെ കൂടെ നിൽക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം അത് കുരിശിൻ്റെ വഴിയാണ്.
ക്രൂശിൻ്റെ പാതയിൽ അധികമാരും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഈ ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പെട്ടകത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നോഹയുടെ പെട്ടകവും നോഹയുടെ കാലവും നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് നിൽക്കുകയാണ്. അന്നത്തെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നോഹ ഓടി നടന്നു, വർഷങ്ങൾ ഓടി നടന്നു. ആരും അത് കൂട്ടാക്കിയില്ല, ആരും ആ വചനം വിശ്വസിച്ചില്ല. അനേകർ നിത്യ അന്ധകാരത്തിലേക്ക്, നിത്യശിക്ഷാവിധിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? പെട്ടകം ഇന്നും തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. നോഹയുടെ കൂട്ടുകൂടാൻ ആരും ഉണ്ടായിരുന്നില്ല, നോഹയ്ക്ക് ഒത്താശ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നോഹയെ അനേകർ കളിയാക്കി, നോഹയെ അനേകർ ഭോഷണം തണ്ണി, നോഹയെ അനേകർ മാറ്റി നിർത്തി, നോഹയെ അനേകർ അവഹേളിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നോഹയ്ക്കൊരു കാര്യം മനസ്സിലായി. നോഹയ്ക്ക് ദൈവത്തിന് വചനം കിട്ടി. നോഹ ആ വചനത്തിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിലെ ജീവനുള്ള ദൈവനോട് സംസാരിച്ചിരിക്കുന്നു. ഈ വചനം വിട്ടൊരു ജീവിതമില്ല, ഈ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു യെരൂശലേമിന്റെ തെരുവിൽ കൂടി ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ യേശുക്രിസ്തുവിനെ കരം തൊട്ട് അനുഗ്രഹം പ്രാപിച്ച അനേകർ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് താങ്ങുവാൻ അരിമത്യക്കാരൻ യൗസേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദര, ഈ യേശുവിൻ്റെ ക്രൂശ് താങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? വേറെ ആരും നിനക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല, നിനക്ക് ഒത്താശാരാൻ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് നീ താങ്ങിയാൽ നിനക്ക് നിൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമാണ്, നിനക്ക് നിൻ്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കാമോ? നിങ്ങൾക്ക്, ഞാൻ ഇന്ന് മുതൽ യേശുവിൻ്റെ ക്രൂശ് താങ്ങും, ഞാനിതാ ക്രൂശിൻ്റെ തിരുരക്തത്തിലേക്ക് വരികയാണ്. മകനെ, നീ ക്രൂശ് താങ്ങാൻ തുടങ്ങിയാൽ ക്രൂശിൽ കൂടി ഒഴുകി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരും, നിന്റെ ശാപങ്ങൾ മോചിച്ചു തരും, നിന്റെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കും. നിങ്ങൾ ആരെല്ലാം ഈ ക്രൂശ് താങ്ങാൻ തീരുമാനം എടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ക്രൂശിൻ ചൂട്ടിലേക്ക് നിങ്ങൾ ആരെല്ലാം വരുന്നുണ്ട്? ഇത് രക്ഷയുടെ പെട്ടകം തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ രക്ഷയുടെ പെട്ടകത്തിൽ കയറാൻ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നാശം ഒഴിവായി കിട്ടാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം, നമുക്ക് ആ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെല്ലാം, ആ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നിതാ കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇത് കൃപായുഗമാണ്. ആർക്ക് വേണമെങ്കിലും ഓടി വരാം, ആർക്കും ഈ രക്ഷയുടെ പെട്ടകത്തിൽ കയറാം. അങ്ങനെ നീ എത്രമാത്രം പാപം ചെയ്തവനാണെങ്കിലും, നിന്റെ ജീവിതം എത്ര അശുദ്ധമാണെങ്കിലും, നിന്റെ ജീവിതം എല്ലാം നശിപ്പിച്ചതാണെങ്കിലും, ഇപ്പോൾ ഇതാ കൃപായുഗമാണ്. യേശു നിന്നെ വിളിക്കുകയാണ്, യേശുവിൻ്റെ ചങ്കിലേക്ക് യേശു നിന്നെ വിളിക്കുകയാണ്, അവൻ്റെ രക്തം കാണിച്ചുകൊണ്ട് നിന്നെ വിളിക്കുകയാണ്. മകനെ, നീ ഓടി വരിക, ഈ കൃപയുടെ പെട്ടകത്തിലേക്ക് ഓടി വരിക. പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു, യേശുവിന്റെ ചങ്ക് തുറന്നിരിക്കുകയാണ്. യേശുവിനെ നീ സ്വീകരിക്കുക, യേശുവിനോട് നീ വാക്ക് പറയുക, യേശുവിനോട് നീ ജീവിതം സമർപ്പിക്കുക, പാപത്തോട് യാത്ര പറയുക, നിത്യജീവന്റെ അവകാശിയായി തീരുക. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രക്ഷയുടെ പെട്ടകം ഇന്നും തുറന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടവരാരും നശിച്ചു പോകാൻ ഇടവരരുതേ കർത്താവേ, നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുതേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.